സ്വാദിഷ്ടമായി രുചികരമായി ഭക്ഷണം കൊടുത്തും പരിപാലനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും അവിടെ വരുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. അവിടേക്ക് അച്ഛനെ അമ്മയും പറഞ്ഞുവിടാനല്ല ഗുരുദേവൻ പറഞ്ഞു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ധർമ്മം പൂർത്തിയാവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തിയതുകൊണ്ടോ, ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയതുകൊണ്ടോ, അവിടെ ഏതെങ്കിലും പുതിയ സൗധങ്ങൾ പണിഞ്ഞു നൽകിയതുകൊണ്ടോ, അവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ ഭഗവാന്റെ ഭഗവതിയുടെ വിഗ്രഹം സ്വർണത്തിലാക്കിയത് കൊണ്ടോ ഒന്നും നേടില്ല. വലിയ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു അമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം അമ്പലത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അമ്മയെ കാണും. ക്ഷേത്ര ഭാരവാഹികൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് നരേന്ദ്രൻ. എവിടെ നിന്ന് വരുന്നു? ഞാൻ അടുത്തുനിന്ന്. എന്താണ് ജാതി? അതെന്തിനാണ് നിങ്ങൾ അറിയുന്നത്? ജാതി എന്തിനാണ് നിങ്ങൾ അറിയുന്നത്? ഞാൻ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതി ചെറുതായതുകൊണ്ട് ഉള്ളിൽ പ്രവേശനമില്ല. 3 ദിവസം കാത്തുനിന്നു, 3 ദിവസം ഭാരവാഹികളോട് യാചിച്ചു. എന്നിട്ടും ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കാത്തതിനും നിഷേധിച്ചതിനുമാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ്. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, ഇനിയും പോയ കാലങ്ങൾ തിരികെ കൊണ്ടുവരാതിരിക്കാൻ ഏറ്റവും പ്രസക്തമായ സൂക്തങ്ങളുടെയും വചനങ്ങളുടെയും അർത്ഥതലങ്ങൾ നമുക്ക് സംഭാവന ചെയ്തത് ശ്രീ നാരായണ ഗുരുദേവൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാണ്, ഒരു അറിവിൻ്റെ നിറകുടമാണ് എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചു. ഇവിടെ നിന്ന് ഈ പദയാത്ര ശിവഗിരിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ 100 കണക്കിന് പദയാത്രകൾ നമ്മൾ ഏത് റോഡിലൂടെ കടന്നുപോയാൽ 100 കണക്കിന് സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേരുവാനും ഈ പദയാത്രയുടെ ഉദ്ഘാടനം ആത്മാർത്ഥമായി ശ്രീ നാരായണ ഗുരുദേവന്റെ വചനങ്ങളും സൂക്തങ്ങളും സാക്ഷി നിർത്തി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചെയ്തു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കെ അനിൽകുമാർ അമ്പലക്കര അവർക്ക് പുരസ്കാരം നൽകപ്പെടുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു.